Hi students, all of you are welcome to Botany online class. In the previous class, we had learned about the microsporogenesis. Today, we are going to learn about the pistil, megasporangium or ovule and embryo sac. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൈക്രോസ്പോറോജെൻസിസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ പിസ്റ്റിൽ എന്താണ്, അതുപോലെ മൈക്രോസ്പൊറാഞ്ചിയം അല്ലെങ്കിൽ ഓവ്യൂൾ, എംബ്രിയോ സാക് ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. Which is the female reproductive part of a flower? ഗൈനീഷ്യം. അത് നമ്മൾ +1 പഠിച്ചിട്ടുള്ളതാണ്, നമുക്കറിയാം. അതുപോലെ തന്നെ ഗൈനീഷ്യത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ പാർട്സ് എന്തൊക്കെയാണെന്നും ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. The gynecium consists of a single or more than one pistil. അപ്പോൾ ഗൈനീഷ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്റ് എന്ന് പറയുന്നത് പിസ്റ്റിലാണ്. ചിലപ്പോൾ ഒരെണ്ണം ഉണ്ടാവും, ചിലപ്പോൾ ഒന്നിൽ കൂടുതലുണ്ടാവും. ഇഫ് ഇറ്റ് മേ കൺസിസ്റ്റ് ഓൺലി വൺ പിസ്റ്റിൽ, ഇറ്റ് ഈസ് കാൾഡ് മോണോകാർപ്പലറി പിസ്റ്റിൽ. ഓർ ഇറ്റ് മേ കൺസിസ്റ്റ് മോർ ദാൻ വൺ പിസ്റ്റിൽ, ഇറ്റ് ഈസ് കാൾഡ് മൾട്ടി കാർപ്പലറി പിസ്റ്റിൽ. ഇപ്പോൾ ഒരു പിസ്റ്റിലേ ഉള്ളൂ എങ്കിൽ അതിനെ നമ്മൾ മോണോകാർപ്പലറി എന്നും, ഒന്നിൽ കൂടുതൽ പിസ്റ്റിൽ ഉണ്ടെങ്കിൽ അതിനെ മൾട്ടി കാർപ്പലറി എന്നും വിളിച്ചു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ വർഷം പഠിച്ചതാണ് ഇതൊക്കെ. When there are more than one pistil, it may be fused together, it is called syncarpus, or may be free, it is called apocarpus. ഇനി ഒന്നിൽ കൂടുതൽ പിസ്റ്റിൽസ് ഉണ്ട്, അത് ഫ്യൂസ്ഡ് ആണെങ്കിൽ, ഒന്നിൽ കൂടുതൽ പിസ്റ്റിൽസ് ഉണ്ട്, അത് ഫ്യൂസ്ഡ് ആണെങ്കിൽ അതിനെ സിൻകാർപ്പസ് പിസ്റ്റിൽ എന്നും, ഒന്നിൽ കൂടുതൽ പിസ്റ്റിൽസ് ഉണ്ട് അവ ഫ്രീ ആണെങ്കിൽ അതിനെ അപ്പോകാർപ്പസ് പിസ്റ്റിൽ എന്നും പറയും. ഓക്കെ. ഈച്ച് പിസ്റ്റിൽ ഹാസ് 3 പാർട്സ്. ഇനി ഒരു പിസ്റ്റിലിൻ്റെ പാർട്സ് എന്തൊക്കെയാണ് അതും പഠിച്ചിട്ടുള്ളതാണ്. ദ സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. 3 പാർട്സാണ് പ്രധാനമായിട്ടും ഉള്ളത്. സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. ദ സ്റ്റിഗ്മ സെർവ്സ് ആസ് ദ ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഫോർ പോളൻ ഗ്രെയിൻസ്. സ്റ്റിഗ്മയുടെ ഫങ്ഷൻ നമുക്കറിയാം. ആ സ്റ്റിഗ്മയിലാണ് പോളൻ ഗ്രെയിൻസ് പതിക്കുന്നത് അല്ലേ. ദ സ്റ്റൈൽ ഈസ് ദ ഇലോങ്കേറ്റഡ് സ്ലെൻഡർ പാർട്ട് ഓഫ് പിസ്റ്റിൽ. പിസ്റ്റിലിൻ്റെ ഇലോങ്കേറ്റഡ് ആയിട്ടുള്ള പാർട്ടാണ്, ട്യൂബ് പോലെ ഇലോങ്കേറ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ദ ബേസൽ സൊളൻ പാർട്ട് ഓഫ് ദ പിസ്റ്റിൽ ഈസ് കാൾഡ് ഓവറി. ഇനി സ്റ്റൈൽ അവസാനിക്കുന്നത് ഒരു എന്താ പറയുക, സൊളൻ മീൻസ് വീർത്ത ഭാഗത്തിലാണ്. ആ വീർത്ത ഭാഗത്തെയാണ് ഓവറി എന്ന് പറയുന്നത്. ദ ബേസൽ സ്വളൻ പാർട്ട് ഓഫ് ദ പിസ്റ്റിൽ ഈസ് കാൾഡ് ഓവറി. ഇൻസൈഡ് ദ ഓവറി ഈസ് ദ ഒവേറിയൻ ക്യാവിറ്റി ഓർ ലോക്യൂൾ. ഓവറിക്കകത്ത് അറകളുണ്ട്. ആ അറയെ നമ്മൾ ഒവേറിയൻ ക്യാവിറ്റി അല്ലെങ്കിൽ ലോക്യൂൾസ് എന്ന് പറയും. ദ പ്ലാസൻറ്റ ഈസ് ലൊക്കേറ്റഡ് ഇൻസൈഡ് ദ ഒവേറിയൻ ക്യാവിറ്റി. യു ഹാവ് ഓൾറെഡി ലേൺഡ് അബൌട്ട് പ്ലാസൻറ്റ ആൻഡ് വേരിയസ് ടൈപ്സ് ഓഫ് പ്ലാസൻറ്റേഷൻ ഇൻ യുവർ +1 ക്ലാസ്. നിങ്ങൾ +1 പ്ലാസൻറ്റ എന്താണെന്നും വിവിധ തരത്തിലുള്ള പ്ലാസൻറ്റേഷനെ കുറിച്ചും പഠിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? Then arising from the placenta are the megasporangia, commonly called ovule. പ്ലാസൻ്റയിൽ നിന്നാണ് മെഗാസ്പൊറാഞ്ചിയ അല്ലെങ്കിൽ ഓവ്യൂൾസ് അറൈസ് ചെയ്യുന്നത്. The number of ovules in an ovary may be 1 or many. ഇനി ഓവറിക്കകത്തുള്ള ഓവ്യൂൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരെണ്ണേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഒന്നിൽ കൂടുതലുണ്ടാവും. അത് സ്പീഷീസ് അനുസരിച്ച് വേരി ചെയ്യും. ഇപ്പോൾ വീറ്റ്, പാഡി, മാംഗോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഓവ്യൂൾ മാത്രമേ ഉള്ളൂ. എന്നാൽ വാട്ടർമെലൺ, അതുപോലെ പപ്പായ ഒക്കെ എടുത്തു നോക്കിയാലോ അതിനകത്ത് നിറയെ ഓവ്യൂൾസ് ഉണ്ടാവും. ഇനി അടുത്തത് ഓവ്യൂളിൻ്റെ സ്ട്രക്ചറാണ്. Let us study the structure of megasporangium or ovule in detail. നമുക്ക് ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഓവ്യൂളിൻ്റെ മറ്റൊരു പേരാണ് മെഗാസ്പൊറാഞ്ചിയം. അപ്പോൾ അതാണ് ഇനി പറയാൻ പോകുന്നത്. The ovule is a small structure
attached to the placenta by means of a stalk called funicle. ഓവ്യൂൾ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സ്ട്രക്ചറാണ്. അത് പ്ലാസൻ്റയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റോക്ക് ഉപയോഗിച്ചാണ്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ തണ്ട് പോലൊരു ഭാഗം അല്ലെങ്കിൽ ഒരു പിടി പോലൊരു ഭാഗം, അത് വെച്ചിട്ടാണ് ഇത് പ്ലാസൻ്റയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ആ ഭാഗത്തെ, ആ സ്റ്റോക്കിനെ ഫ്യൂണിക്കിൾ എന്നാണ് പറയുന്നത്. The ovule is a small structure attached to the placenta by means of a stalk called funicle. The body of the ovule fuses with the funicle in the region called hilum. ഇനി ഈ ഫ്യൂണിക്കിളുമായിട്ട് ഓവ്യൂൾ ചേരുന്ന റീജിയൻ, ഫ്യൂണിക്കിളുമായിട്ട് ഓവ്യൂൾ ചേരുന്ന ആ ഭാഗത്തെ ഹൈലം എന്നാണ് പറയുന്നത്. ഹൈലം. അപ്പം നമുക്കിങ്ങനെയും പറയാം, ഹൈലം റെപ്രസെൻറ്റ്സ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ഓവ്യൂൾ ആൻഡ് ഫ്യൂണിക്കിൾ. ഓവ്യൂളിനും ഫ്യൂണിക്കിളിനും ഇടയ്ക്കുള്ള ജംഗ്ഷനാണ് ഹൈലം. ഓക്കെ. ഈച്ച് ഓവ്യൂൾ ഹാസ് 1 or 2 പ്രൊട്ടക്റ്റീവ് എൻവലപ്സ് കാൾഡ് ഇൻറ്റഗുമെൻറ്റ്സ്. ഇനി ഓരോ ഓവ്യൂളിനെയും കവർ ചെയ്ത് 1 or 2 പ്രൊട്ടക്റ്റീവ് കവറിങ്സ് ഉണ്ടാവും. അതിനെ ഇൻറ്റഗുമെൻറ്റ് എന്നാണ് പറയുന്നത്. ഇൻറ്റഗുമെൻറ്റ്സ്. ഇൻറ്റഗുമെൻറ്റ്സ് എൻസർക്കിൾ ദ ഓവ്യൂൾ എക്സെപ്റ്റ് അറ്റ് ദ ടിപ്പ് ഓഫ് എ സ്മോൾ ഓപ്പണിംഗ് കാൾഡ് മൈക്രോപൈൽ. അപ്പോൾ ഓവ്യൂളിൻ്റെ മുകളറ്റത്തായിട്ട് കാണപ്പെടുന്ന ഒരു ചെറിയ ഓപ്പണിംഗ്, ഓവ്യൂളിൻ്റെ മുകളറ്റത്തായിട്ട് കാണപ്പെടുന്ന ചെറിയൊരു ഓപ്പണിംഗ്, അതിനെ മൈക്രോപൈൽ എന്നാണ് പറയുന്നത്. ആ മൈക്രോപൈൽ ആ റീജിയൻ ഒഴികെ ബാക്കി എല്ലാ ഭാഗവും ഇൻറ്റഗുമെൻറ്റ്സ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ദെൻ ഓപ്പോസിറ്റ് ടു ദ മൈക്രോപൈലാർ എൻഡ് ഈസ് ദ ചലാസ. ഇനി മൈക്രോപൈലിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓവ്യൂളിൻ്റെ ഭാഗമാണ് ചലാസ. ചലാസ റെപ്രസെൻറ്റ്സ് ദ ബേസൽ പാർട്ട് ഓഫ് ദി ഓവ്യൂൾ. അപ്പോൾ ഓവ്യൂളിൻ്റെ അടിവശം ഏതാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ താഴ്ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ചലാസ. ഓക്കെ. ഇനി അടുത്തത്, എൻക്ലോസ്ഡ് വിത്തിൻ ദ ഇൻറ്റഗുമെൻറ്റ്സ് ഈസ് എ മാസ് ഓഫ് സെൽസ് കാൾഡ് ന്യൂസെല്ലസ്. ഇനി ഈ ഇൻറ്റഗുമെൻറ്റ്സിനകത്തായിട്ട് ഒരു കൂട്ടം സെൽസ് കാണപ്പെടുന്നുണ്ട്. അതിനെ ന്യൂസെല്ലസ് എന്നാണ് പറയുന്നത്. സെൽസ് ഓഫ് ദ ന്യൂസെല്ലസ് ഹാവ് അബണ്ടൻറ്റ് റിസർവ് ഫുഡ് മെറ്റീരിയൽസ്. അതിനകത്ത് നിറയെ എന്തുണ്ടെന്നറിയാവോ? റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ഉണ്ട്. ലൊക്കേറ്റഡ് ഇൻ ദ ന്യൂസെല്ലസ് ഈസ് ദ എംബ്രിയോ സാക്ക് ഓർ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ്. ഇനി ഈ ന്യൂസെല്ലസിനകത്തായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? എംബ്രിയോ സാക്ക് അല്ലെങ്കിൽ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് കാണപ്പെടുന്നത്. An ovule generally has a single embryo sac formed from a megaspore through reduction division. സാധാരണ ഒരു ഓവ്യൂളിനകത്ത് ഒരു എംബ്രിയോ സാക്ക് ആണ് കാണപ്പെടുന്നത്. ഓക്കെ. ദെൻ അടുത്തത് മെഗാസ്പോറോജെനസിസ്. നിങ്ങൾ മൈക്രോസ്പോറോജെനസിസ് പഠിച്ചില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? അതുപോലെ ഇവിടെ മെഗാസ്പോറോജെനസിസ്. The process of formation of megaspores from megaspore mother cell is called megasporogenesis. The process of formation of megaspores from the megaspore mother cell is called megasporogenesis. മെഗാസ്പോർ മദർ സെല്ലിൽ നിന്നും മെഗാസ്പോർസ് ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് മെഗാസ്പോറോജെനസിസ്. ഓവ്യൂൾസ് ജനറലി ഡിഫറൻഷിയേറ്റ് എ സിംഗിൾ മെഗാസ്പോർ മദർ സെൽ ഇൻ ദ മൈക്രോപൈലാർ റീജിയൻ ഓഫ് ദ ന്യൂസെല്ലസ്. അപ്പോൾ ഓവ്യൂൾസിൻ്റെ മൈക്രോപൈലാർ റീജിയനിലുള്ള ന്യൂസെല്ലാർ ടിഷ്യൂ, ഓവ്യൂൾസിൻ്റെ മൈക്രോപൈലാർ റീജിയനിലുള്ള ന്യൂസെല്ലാർ ടിഷ്യൂവിൽ നിന്നും ഒരു സെല്ലാണ് എന്തായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെന്നറിയോ? മെഗാസ്പോർ മദർ സെല്ലായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഇനി ആ സെല്ലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് എ ലാർജ് സെൽ കണ്ടെയ്നിങ് ഡെൻസ് സൈറ്റോപ്ലാസം ആൻഡ് എ പ്രോമിനൻറ്റ് ന്യൂക്ലിയസ്. അപ്പോൾ മൈക്രോപൈലാർ റീജിയനിലുള്ള ഒരു ന്യൂസെല്ലാർ ടിഷ്യൂ ആണ് എന്തായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്? മെഗാസ്പോർ മദർ സെല്ലായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്.
അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ലാർജ് സെൽ കണ്ടെയ്നിങ് ഡെൻസ് സൈറ്റോപ്ലാസം ആൻഡ് എ പ്രോമിനൻറ്റ് ന്യൂക്ലിയസ്. ഇനി ഈ മെഗാസ്പോർ മദർ സെൽ എന്ത് ചെയ്യുന്നറിയോ? ഇറ്റ് അണ്ടർഗോസ് മിയോസിസ്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ മെഗാസ്പോർ മദർ സെൽ അണ്ടർഗോയിങ് മിയോസിസ്? ഇനി എന്തിനായിരിക്കും ഈ മെഗാസ്പോർ മദർ സെൽ മിയോസിസിന് വിധേയമാകുന്നത്? കാരണം മെഗാസ്പോർ മദർ സെൽ അണ്ടർഗോസ് മിയോസിസ് ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദ പ്ലോയിഡി ഓഫ് ദ ഗാമേറ്റ്. The megaspore mother cell is diploid in nature, which produces haploid megaspores with the help of meiotic division. അപ്പോൾ ഇത് സാധാരണ ഡിപ്ലോയിഡ് ആണ്. ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, 2n, ക്രോമസോം നമ്പർ 2n ആണ്. അപ്പോൾ അത് റിഡക്ഷൻ ഡിവിഷന് വിധേയമായിട്ട് എന്തായിട്ട് മാറണം? പ്ലോയിഡി ഹാപ്ലോയിഡ് ആയിട്ട് മാറണം. അപ്പോൾ അതിനു വേണ്ടിയാണ് മെഗാസ്പോർ മദർ സെൽ റിഡക്ഷൻ ഡിവിഷന് വിധേയമാകുന്നത്. മിയോസിസ് റിസൾട്ട്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് 4 മെഗാസ്പോർസ്. അപ്പോൾ ഇവിടെ മിയോസിസിൻ്റെ ഫലമായിട്ട് 4 മെഗാസ്പോറുകൾ ഉണ്ടാവും. അടുത്തത് ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് അല്ലെങ്കിൽ എംബ്രിയോസാക്ക്. അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. In a majority of flowering plants, one of the megaspores is functional while the other 3 degenerate. അപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞില്ലേ, മെഗാസ്പോർ മദർ സെല്ല് മിയോസിസിന് വിധേയമായി 4 മെഗാസ്പോർസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അതിൽ 1 മെഗാസ്പോർ മാത്രമാണ് ഫങ്ഷണൽ ആകുന്നത്, ബാക്കി 3 ഡീജനറേറ്റ് ചെയ്യും. മനസ്സിലായല്ലോ? അപ്പോൾ 4 മെഗാസ്പോർസ് ഉണ്ടാകും. ഈ 4 മെഗാസ്പോർട്സിൽ ഒരെണ്ണം മാത്രം ഫങ്ഷണൽ ആവുകയും ബാക്കി 3 ഡീജനറേറ്റ് ചെയ്യുകയും ചെയ്യും. Only the functional megaspore develops into female gametophyte or embryo sac. അപ്പോൾ ഈ ഒരെണ്ണം ഫങ്ഷണൽ ആകുന്ന ഈ മെഗാസ്പോർ ആണ് എന്തായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്? ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് അല്ലെങ്കിൽ എംബ്രിയോ സാക്ക് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ. This method of embryo sac formation from a single megaspore is termed as monosporic development. ഇത് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് മോണോസ്പോറിക് ആണ്. എന്തുകൊണ്ടാണ് മോണോസ്പോറിക് എന്ന് പറയുന്നത്? എംബ്രിയോസാക്ക് ഫോം ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഒരു സിംഗിൾ മെഗാസ്പോറിൽ നിന്നാണ്. 4 മെഗാസ്പോർസ് ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അതിലൊന്ന് മാത്രമേ ഫങ്ഷണൽ ആകുന്നുള്ളൂ, ബാക്കി 3 എന്ത് ചെയ്യാണ്? ഡീജനറേറ്റ് ചെയ്യാണ്. അപ്പോൾ അവിടെ ഒരെണ്ണം മാത്രമാണ് ഫങ്ഷണൽ. ആ ഫങ്ഷണൽ മെഗാസ്പോറിൽ നിന്നാണ് എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്? ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ദ മെത്തേഡ് ഓഫ് എംബ്രിയോസാക് ഫോർമേഷൻ ഫ്രം എ സിംഗിൾ മെഗാസ്പോർ ഈസ് ടേംഡ് ആസ് മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ്. ഓക്കെ. Then what will be the ploidy of the cells of nucellus, megaspore mother cell, the functional megaspore and female gametophyte? ഇതിൻ്റെയൊക്കെ പ്ലോയിഡി എന്തായിരിക്കും? ന്യൂസെല്ലസ്, അതുപോലെ മെഗാസ്പോർ മദർ സെൽ, ഫങ്ഷണൽ മെഗാസ്പോർ, അതുപോലെ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ്. ന്യൂസെല്ലസ്, മെഗാസ്പോർ മദർ സെൽ, ഫങ്ഷണൽ മെഗാസ്പോർ ഇതെല്ലാം സ്പോറോഫൈറ്റിൻ്റെ ഭാഗമാണ്. സ്പോറോഫൈറ്റിൻ്റെ ഭാഗമായതുകൊണ്ട് അതെല്ലാം ഡിപ്ലോയിഡ് ആണ്. ഓക്കെ. ഇനി ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത് ഗ്യാമറ്റോഫൈറ്റിൻ്റെ പാർട്ടാണ്. സോ ഇറ്റ് ഈസ് ഹാപ്ലോയിഡ്. അപ്പോൾ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് മാത്രം ഹാപ്ലോയിഡും ബാക്കി 3 എണ്ണം ന്യൂസെല്ലസ്, മെഗാസ്പോർ മദർ സെൽ, അതുപോലെ ഫങ്ഷണൽ മെഗാസ്പോർ ഇത് 3 ഡിപ്ലോയിഡ് ആണ്. മനസ്സിലായ? ഓക്കെ. ദെൻ let us study the formation of embryo sac. ഇനി നമുക്ക് എംബ്രിയോ സാക്കിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. The nucleus of the functional megaspore divides mitotically to form 2 nuclei which move to the opposite poles. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഫങ്ഷണൽ മെഗാസ്പോർ അതിൻ്റെ ന്യൂക്ലിയസ് മൈറ്റോസിസിന് വിധേയമായി 2 ന്യൂക്ലിയസ് ആയിട്ട് മാറും. അവ രണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക് നീങ്ങും. The nucleus of the functional megaspore divides mitotically to form
2 nuclei which move to the opposite poles forming a 2 nucleate embryo sac. അപ്പോൾ ആ ഘട്ടത്തിൽ എംബ്രിയോ സാക്കിൻ്റെ അകത്ത് എത്ര ന്യൂക്ലിയസ് ഉണ്ട്? 2 ന്യൂക്ലിയസ്. Then 2 more sequential mitotic divisions results in the formation of 4 nucleate and later 8 nucleate stages of embryo sac. വീണ്ടും ഇത് 2 തവണ മൈറ്റോസിസിന് വിധേയമാകും. അപ്പോൾ 2 ന്യൂക്ലിയസ് ഉള്ള സ്റ്റേജിൽ നിന്നും അത് 4 ന്യൂക്ലിയസ് ഉള്ള സ്റ്റേജിലേക്കും പിന്നീട് 8 ന്യൂക്ലിയസ് ഉള്ള സ്റ്റേജിലേക്കും മാറും. ഓക്കെ. After the 8th nucleate stage, cell walls are laid down leading to the organization of typical female gametophyte or embryo sac. അപ്പോൾ ഇവിടെ 2 പ്രാവശ്യം വീണ്ടും ഡിവിഷൻ നടക്കുമെന്ന് പറഞ്ഞു. മൈറ്റോസിസ് നടന്നിട്ടാണ് 4 ന്യൂക്ലിയസ് അതുപോലെ 8 ന്യൂക്ലിയസ് ഉള്ള സ്റ്റേജിലേക്ക് മാറുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് ദീസ് മൈറ്റോട്ടിക് ഡിവിഷൻസ് ആർ സ്ട്രിക്റ്റ്ലി ഫ്രീ ന്യൂക്ലിയർ. അവിടെ എന്താണ്? ന്യൂക്ലിയസിന് മാത്രമാണ് ഡിവിഷൻ നടക്കുന്നത്. ദാറ്റ് ഈസ് ന്യൂക്ലിയർ ഡിവിഷൻസ് ആർ നോട്ട് ഫോളോഡ് ബൈ ഇമ്മീഡിയറ്റ് വാൾ ഫോർമേഷൻ. അവിടെ എന്ത് ഫോം ചെയ്യുന്നില്ല? വാൾസ് ഒന്നും ഫോം ചെയ്യുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്കായിട്ട് വാൾസ് ഒന്നും ഫോം ചെയ്യുന്നില്ല. ന്യൂക്ലിയസ് മാത്രമാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി ഇതിന് ശേഷം 8 ന്യൂക്ലിയസ് ആയതിനു ശേഷമാണ് സെൽ വാൾസ് ഫോം ചെയ്യുന്നത്. എന്നിട്ട് ഇതെന്തായിട്ട് മാറും? ഒരു ടിപ്പിക്കൽ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് അല്ലെങ്കിൽ ഒരു ടിപ്പിക്കൽ എംബ്രിയോ സാക്ക് ആയിട്ട് മാറും. ഓക്കെ. 6 of the 8 nuclei are surrounded by cell walls and organized into cells. The remaining 2 nuclei called polar nuclei are situated below the egg apparatus in the large central cell. 6 of the 8 nuclei are surrounded by cell walls. നമ്മൾ 8 ന്യൂക്ലിയസ് ഉള്ള സ്റ്റേജിലാണ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് അല്ലെങ്കിൽ എംബ്രിയോ സാക്ക് എന്ന് പറഞ്ഞത്. അതിൽ 6 ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നു? അതിനെ സെൽ വാൾസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്യും. 2 എണ്ണം പിന്നെ ബാക്കിയില്ലേ? റിമൈനിങ് 2 ന്യൂക്ലിയൈ കാൾഡ് പോളാർ ന്യൂക്ലിയൈ. അപ്പോൾ ആ 2 ന്യൂക്ലിയസിനെ നമ്മൾ പോളാർ ന്യൂക്ലിയൈ എന്നാണ് വിളിക്കുന്നത്. അത് എഗ് അപ്പാരറ്റസിന് താഴെയായിട്ട് ബിലോ ദ എഗ് അപ്പാരറ്റസ് ഇൻ ദ ലാർജ് സെൻട്രൽ സെൽ. അപ്പോൾ ഈ 2 ന്യൂക്ലിയസ് ഇതിനെ നമ്മൾ പോളാർ ന്യൂക്ലിയൈ എന്ന് പറയും. ദേ ആർ സിറ്റുവേറ്റഡ് ബിലോ ദ എഗ് അപ്പാരറ്റസ്. എഗ് അപ്പാരറ്റസിന് താഴെയായിട്ട് ഇത് അറേഞ്ച് ചെയ്യുകയും അതിനെ സെൻട്രൽ സെൽ എന്ന് പറയും. എഗ് അപ്പാരറ്റസ് ഇൻ ദ ലാർജ് സെൻട്രൽ സെൽ. ഓക്കെ. There is a characteristic distribution of the cells within the embryo sac. അപ്പോൾ ഈ എംബ്രിയോ സാക്കിനകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ 8 ന്യൂക്ലിയസിനെയും എന്ത് ചെയ്യുന്നു? പ്രത്യേകം വിന്യസിക്കും. 3 cells are grouped together at the micropylar end and it is called egg apparatus. മൈക്രോപൈലാർ റീജിയനിലുള്ള 3 സെൽസ്, ആ 3 സെൽസിനെയും കൂടി ചേർത്ത് നമ്മൾ എഗ് അപ്പാരറ്റസ് എന്നാണ് വിളിക്കുന്നത്. ദ എഗ് അപ്പാരറ്റസ് ഇൻ ടേൺ കൺസിസ്റ്റ് ഓഫ് 2 സൈനർജിഡ്സ് ആൻഡ് 1 എഗ് സെൽ. അപ്പോൾ ഈ എഗ് അപ്പാരറ്റസിനകത്ത് 3 സെൽസ്, അതിൽ 2 എണ്ണം സൈനർജിഡ്സ് എന്നും 1 എണ്ണം എഗ് എന്നുമാണ് അറിയപ്പെടുന്നത്. The synergids have special cellular thickenings at the micropylar tip called filiform apparatus. ഇനി ഈ സൈനർജിഡ്സിനടുത്തായിട്ട് ഒരു അതായത് സൈനർജിഡ്സ് ഹാവ് സ്പെഷ്യൽ സെല്ലുലാർ തിക്കനിങ്. ഇതിൻ്റെ അകത്തൊരു പ്രത്യേക തരത്തിലുള്ള സെല്ലുലാർ തിക്കനിങ് കാണപ്പെടും മൈക്രോപൈലാർ റീജിയനിൽ. അതിനെ നമ്മൾ ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയും. വിച്ച് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഗൈഡിങ് ദ പോളൻ ട്യൂബ് ഇൻ ടു ദ സൈനർജിഡ്. അത് പോളിനേഷൻ്റെ സമയത്ത് പോളൻ ട്യൂബിനെ സൈനർജിഡ്സിനകത്തേക്ക് പ്രവേശിക്കാൻ സഹായിക്കുന്നത് ഈ ഫിലിഫോം അപ്പാരറ്റസ് ആണ്. 3 cells are at the chala cell end are called antipodes.
ഇനി ചലാസൽ റീജിയനിലുള്ള 3 സെൽസ്, നേരത്തെ പറഞ്ഞില്ലേ മൈക്രോപൈലും ചലാസയും, ആ ചലാസൽ എൻഡിലുള്ള 3 സെൽസിനെ ആൻറ്റിപോഡൽസ് എന്നാണ് വിളിക്കുന്നത്. The large central cell as mentioned earlier has 2 polar nuclei. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ സെൻട്രൽ സെൽ, ലാർജ് സെൻട്രൽ സെൽ, അതെന്ന് പറഞ്ഞാൽ 2 സെൽസ് ചേർന്നിട്ട് 2 ന്യൂക്ലിയൈ ചേർന്നതാണ്. ലാർജ് സെൻട്രൽ സെൽ എന്ന് പറയുന്നത് 2 ന്യൂക്ലിയസ് ചേർന്നതാണ്, പോളാർ ന്യൂക്ലിയസ് ചേർന്നിട്ടാണ് ലാർജ് സെൻട്രൽ സെൽ ഫോം ചെയ്യുന്നത്. Thus, a typical angiosperm embryo sac at maturity, though 8 nucleate and 7 celled stage. അപ്പോൾ ഒരു ടിപ്പിക്കൽ ആൻജിയോസ്പേം എംബ്രിയോ സാക്ക് എന്ന് പറയുമ്പോൾ, അതായത് അത് മെച്യൂരിറ്റി എത്തുമ്പോൾ അതിനകത്ത് 8 ന്യൂക്ലിയസും 7 സെൽസും കാണപ്പെടും. അതാണ് ഒരു ടിപ്പിക്കൽ ആൻജിയോസ്പേം എംബ്രിയോ സാക്കിൻ്റെ സ്ട്രക്ചർ. 8 ന്യൂക്ലിയേറ്റ് 7 സെൽഡ് സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എംബ്രിയോ സാക്കിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി പോളിനേഷനാണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.